എവിടെയോ കണ്ടു മറന്നൊരു മുഖം. ഒരുപാട് പ്രതീക്ഷകൾ ബാക്കിവെച്ച് മലയാള സിനിമയുടെ വെള്ളിത്തിരയിൽ നിന്ന് പെട്ടെന്ന് മാഞ്ഞുപോയ ആ കലാകാരി നടി ശ്യാം. 1980കളുടെ അവസാനത്തിലും 90കളിലുമായി മലയാളത്തിലും തമിഴിലുമായി നിറഞ്ഞുനിന്ന ഈ നടി ബാലതാരമായാണ് സിനിമയിൽ എത്തുന്നത്. സഞ്ചാരി എന്ന ചിത്രത്തിലെ കുട്ടിക്കഥാപാത്രത്തിലൂടെയായിരുന്നു തുടക്കം. അധികം വൈകാതെ തന്നെ സഹനടിയായും പിന്നീട് നായികയായും ശ്യാമ മാറി. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റുകളിലെല്ലാം ഈ മുഖം നിർബന്ധമായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ജയറാം തുടങ്ങി മലയാളത്തിലെ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ച ശ്യാമയുടെ പ്രധാന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കുടുംബപുരാണത്തിലെ ഇന്ദു, സത്യൻ അന്തിക്കാടിന്റെ എക്കാലത്തെയും മികച്ച ചിത്രമായ പൊന്മുട്ടയിടുന്ന താറാവിലെ സാവിത്രി, പ്രിയദർശൻ ചിത്രമായ കിലുക്കത്തിൽ ജസ്റ്റിസ് പിള്ളയുടെ മകളായി വന്നപ്പോൾ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിൽ സൗദാമിനിവർമ്മയായും ശ്യാമയായിരുന്നു. വേണു നാഗവള്ളിയുടെ ഓട്ടോയിൽ രാജി എന്ന കഥാപാത്രവും, സുരേഷ് ഗോപിക്കൊപ്പം അഭിനയിച്ച ഉത്സവമേളത്തിലെ ശാലിനി എന്ന കഥാപാത്രവും വലിയ ശ്രദ്ധ നേടി. വളരെ കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായ ഈ പ്രതിഭയുടെ ജീവിതം ഒരു ദുരന്തത്തിൽ അവസാനിച്ചു. ഏകദേശം 25ാമത്തെ വയസ്സിൽ 1996 വീട്ടിലുണ്ടായ ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിയിൽ ഗുരുതരമായി പരിക്കേറ്റാണ് ശ്യാമ ഈ ലോകത്തോട് വിട പറഞ്ഞത്. മലയാള സിനിമയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിയിരുന്ന ഒരു കലാകാരിയുടെ അകാലത്തിലുള്ള വേർപാട് ഇന്നും സിനിമാപ്രേമികൾക്ക് ഒരു തീരാനഷ്ടമാണ്. ഈ താരത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ.